ഹായ് ഹലോ, ഇന്ന് നമുക്ക് നല്ലൊരു വാൾ ഹാങ്ങിങ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഇതേപോലത്തെ പ്ലേറ്റ് നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ തെർമോക്കോൾ വേണം, പിന്നെ നമുക്ക് ട്യൂബ് കിട്ടും, ക്രിസ്റ്റൽ കളർ ട്യൂബ് കിട്ടും, പിന്നെ ഇതുപോലത്തെ ഫോം ഫ്ലവർ, പിന്നെ ക്രിസ്റ്റലിൻ്റെ തന്നെ ചെറിയ ബട്ടർഫ്ലൈ ബീഡ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഇന്നത്തെ ഹാങ്ങിങ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമുക്ക് ഈ തെർമോക്കോളിൻ്റെ ബോൾ എടുക്കണം. എന്നിട്ട് അതിനകത്ത് ഈ ഫോം ഫ്ലവർ മൊത്തത്തിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിനായിട്ട് ഗ്ലൂ ഗൺ എടുക്കാം, പക്ഷേ അതെടുത്തു കഴിഞ്ഞാൽ തെർമോക്കോളിൻ്റെ ബോൾ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉരുകിപ്പോവും. അതിൽ ചൂട് കൂടുതലാണെങ്കിൽ പെട്ടെന്ന് ഉരുകിപ്പോവും. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ 7000 പോലുള്ള ഗ്ലൂ ആണ് എടുക്കുന്നത്. പക്ഷേ ഇതാണെങ്കിൽ പോലും നമ്മൾ ഒഴിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് ഉരുകും. പക്ഷെ ഒഴിച്ച ഉടനെ ഉരുകില്ല. അത് കാരണത്താൽ ഞാനിപ്പോൾ ഇതാണ് എടുക്കുന്നത് കേട്ടോ. പിന്നെ നല്ല കട്ടിയുള്ള നൂല് വേണം കേട്ടോ. നല്ല കട്ടിയുള്ളതായിരിക്കണം. നമ്മൾ സ്റ്റിച്ചിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ കട്ടി കുറഞ്ഞത് എടുക്കരുത്. അപ്പം എന്നിട്ട് ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ച് നൂല് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു സൂചി എടുത്തിട്ട് അതിലൂടെ നൂല് കോർത്തതിന് ശേഷം നമുക്ക് ഈ തെർമോക്കോളിൻ്റെ ഒരറ്റത്ത് കുറച്ച് ചെറിയൊരു രീതിയിൽ കുത്തിയെടുത്ത് നമുക്ക് ഒന്ന് വലിച്ചെടുക്കണം. അതായത് നൂല് ഹാങ് ചെയ്ത് കിടക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ലാസ്റ്റ് ആകുമ്പം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമുക്ക് ഇങ്ങനെ കിടക്കട്ടെ, ആ സൂചി അങ്ങ് അഴിച്ചെടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ സൂചി കൂടെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബീഡ്സും കാര്യങ്ങളൊക്കെ കുരുത്തെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് ഗ്ലൂ ഒഴിച്ചിട്ട് ഇതുപോലെ ഫോം ഫ്ലവർ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഇത് ഫുള്ള് കവറാവുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കണം. നല്ല അടുപ്പിച്ചടുപ്പിച്ച് ഒട്ടിച്ചു കൊടുക്കണം. പെട്ടെന്ന് നമുക്ക് നോക്കിയാൽ ആ തെർമോക്കോളാണ് അതിൻ്റെ ഉള്ളിലെന്ന് അറിയാത്ത വിധം നമുക്ക് ഒട്ടിച്ചെടുക്കണം. ഗ്യാപ്പൊക്കെ ചെറിയ ഗ്യാപ്പൊക്കെ വരുന്ന ഏറ്റവും ലാസ്റ്റ് നമുക്കൊന്ന് കവർ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ ഫുള്ളൊന്ന് കവർ ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ ഇത് ഞാൻ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കാണിച്ചു തരാം. ഇപ്പോൾ ഫുള്ള് ഒട്ടിച്ചപ്പോഴത്തേക്ക് പെട്ടെന്ന് നോക്കിയാൽ നമുക്ക് ആ ഗ്യാപ്പൊന്നും കാണത്തില്ല. ചെറിയ ചെറിയ ഗ്യാപ്പുകളുള്ളത് ആ ഫ്ലവറിൻ്റെ തന്നെ ഇതളുകൾ ചേർത്തൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത് കവറായിക്കോളും. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ബീഡ്സും ട്യൂബും ഒക്കെ കുരുക്കാനുണ്ട്. ഇതേപോലത്തെ ട്യൂബ് വാങ്ങാൻ കിട്ടും. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇതിലൂടെ കോർത്തെടുക്കാം. സൂചിക്ക് കട്ടി കൂടുതലാണെന്നുണ്ടെങ്കിൽ ഈ ട്യൂബിൻ്റെ കൂടെ അകത്തൂടെ കൊരുത്തെടുക്കാനും പാടാണ്. പക്ഷേ എനിക്ക് കുഴപ്പമില്ല, ട്യൂബിനകത്തോട് കയറുമെങ്കിലും നീളം കുറവാണ് സൂചിയുടെ. അതുകൊണ്ട് ഞാൻ ഒരു കമ്പി എടുത്തിട്ട്, നൂൽക്കമ്പി ഉണ്ടല്ലോ ചെറിയ വയറ്, അതെടുത്തിട്ട് അതിനെ മടക്കി അതിൻ്റെ ഒരു സൈഡിൽ കൂടി നൂല് കോർത്തിട്ട് നല്ല നീളത്തിൽ തന്നെ എടുത്തിട്ട് ഈ ട്യൂബിലൂടെ കയറ്റിയെടുക്കുകയാണ്. അപ്പം നമുക്ക് ബീഡ്സ് ഒരുക്കാനായാലും ട്യൂബ് ഒരുക്കാനായാലും നല്ല ഈസി ആയിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം ഒരു ട്യൂബ് കൊരുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു ബീഡ്സ് കൊരുത്തെടുക്കാം. ഒരു ബീഡ് കുരുക്കുകയാണ്. അപ്പോൾ ഇത് ക്രിസ്റ്റൽ ഷേപ്പിലുള്ള ചെറിയ ബട്ടർഫ്ലൈ ഷേപ്പിലുള്ളതാണ്. അപ്പോൾ ഇത് റെഡ് കളർ തന്നെയാണ്. ഏത് കളർ വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ റെഡ് ഫ്ലവർ ആയതുകൊണ്ട് തന്നെ ഞാൻ റെഡാണ് എടുക്കുന്നത്. ഇനി അതിനുശേഷം വീണ്ടും നമുക്ക് ഇതേപോലെ തന്നെ ഒരു ട്യൂബ് കുരുക്കാം. ഇനി വീണ്ടും ഞാൻ ഒരു ബീഡ് എടുത്ത് കുരുക്കുകയാണ്. അതിനുശേഷം വീണ്ടും ട്യൂബ് ഒരുക്കുകയാണ്. ഇങ്ങനെ നമ്മൾ 4 ട്യൂബും എടുത്തിട്ടുണ്ട്, അതുപോലെ 3 ബീഡ്സും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഈ പ്ലേറ്റിൻ്റെ ഏറ്റവും സെൻറ്ററിലൊരു ഹോളുണ്ട്, അതുവഴി കൊരുത്തെടുക്കാം. കൊരുത്തെടുക്കുമ്പം ഈ ഹോള് വലുതായത് കൊണ്ട് തന്നെ നമ്മൾ കെട്ടിട്ടാലും അവിടെ ഇരിക്കത്തില്ല, അത് താഴേക്ക് പോവും. അതുകൊണ്ട് നമുക്കൊരു വലിയൊരു ബീഡ് എടുത്തിട്ട് അത് കൊരുത്ത് അതിൽ കെട്ടി വയ്ക്കാം. അപ്പോൾ പെട്ടെന്ന് താഴേക്ക് പോവില്ല. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് നമുക്ക് നല്ല രീതിയിൽ കെട്ടിടാം. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു ബീഡ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കുരുക്കിട്ടതുപോലെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഫ്ലവർ എടുക്കാം. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ ഒരു ഹോളിട്ട് മുകൾ ഭാഗത്തേക്ക് എടുക്കണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൂചിയിലാണ് കോർക്കണമെങ്കിൽ നമ്മളിതുപോലെ ഹോളിടണ്ട, നേരെ അങ്ങ് കോർത്തെടുത്താൽ മതി. ഇതുപോലുള്ള കമ്പി ആവുമ്പം കട്ടി കുറഞ്ഞ കമ്പിയാണ്. കട്ടിയുള്ള കമ്പിയാണെങ്കിൽ നമുക്ക് അപ്പോഴും കുത്തിയെടുത്താൽ മതി. കട്ടി കുറഞ്ഞ കമ്പിയാണെങ്കിൽ ഇതുപോലെ ഹോളിട്ട് കൊടുത്തില്ലെങ്കിൽ ഇതിലേക്കൂടെ എടുക്കാൻ പാടാണ്. എന്നിട്ട് അതിൻ്റെ അറ്റത്ത് നൂലുണ്ട്, വേറൊരു നൂലാണ് ഞാൻ എടുത്തേക്കുന്നത്. എന്നിട്ട് നമുക്കത് വലിച്ചിഞ്ഞെടുത്തതിന് ശേഷം അതിൻ്റെ അറ്റ ഭാഗത്ത് ഊരി പോരാതിരിക്കാൻ നമുക്ക് നന്നായിട്ട് കെട്ടിട്ട് കൊടുക്കാം.
ഇപ്പം ഞാൻ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നേരത്തെ ചെയ്ത കണക്ക് ട്യൂബ് കോർത്തെടുക്കണം. അപ്പോൾ നമുക്ക് ഒരു ട്യൂബ് എടുത്ത് കോർക്കാം. ഇപ്പോൾ ഞാൻ ഒരു ട്യൂബ് കൊരുത്തെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ ചെയ്ത കണക്ക് നമുക്കൊരു ബീഡ് കൊരുത്ത് കൊടുക്കാം. ഇനി വീണ്ടും നമ്മൾ ട്യൂബാണ് കൊരുക്കുന്നത്. ഇനി വീണ്ടും നേരത്തെ പോലെ നമുക്ക് ബീഡ് കൊരുത്ത് കൊടുക്കാം. ഇതേപോലെ നമുക്ക് 4 ട്യൂബും 3 ബട്ടർഫ്ലൈയും നമുക്കിതുപോലെ കൊരുത്തെടുക്കണം. അപ്പോൾ ഞാനതൊന്ന് കൊരുത്തെടുക്കട്ടെ. ഇപ്പോൾ ഇതാ ഞാൻ 4 ട്യൂബും 3 ബട്ടർഫ്ലൈയും കൊരുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ 12 എണ്ണം വേണം കേട്ടോ. നമ്മൾ ഈ എടുക്കുന്ന പ്ലേറ്റിൽ എല്ലാ ഹോളിലും കൊരുത്തെടുക്കുന്നില്ല. നമ്മൾ ഒരു ഹോൾ ഇടവിട്ടാണ് കൊരുത്ത് 12 എണ്ണം എടുക്കാനുള്ളത്. അപ്പം നമുക്ക് ആദ്യം ഇതേപോലെ 12 എണ്ണം റെഡിയാക്കി വയ്ക്കാം. ഞാനിപ്പോൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ പ്ലേറ്റിൻ്റെ ഏറ്റവും അറ്റത്തുള്ള ഹോളില്ലേ, ആ ഹോളിൻ്റെ ഒരു ഹോളിൽ നമുക്കിത് കൊരുത്ത് കൊടുക്കുക. ഒരെണ്ണം എടുത്തിട്ട് ഇത് കൊരുത്തെടുക്കുമ്പോൾ അറ്റ ഭാഗത്ത് വേണമെങ്കിൽ നേരത്തെ ചെയ്ത പോലെ നമുക്ക് ബീഡ്സ് ഇട്ടൊക്കെ വേണമെങ്കിൽ കെട്ടിയെടുക്കാം. ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഈ സൈഡിലായതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് കെട്ടിയെടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഈ ട്യൂബിലേക്ക് ചേർത്ത് തന്നെ, അതിൻ്റെ നൂലിലേക്ക് ചേർത്ത് തന്നെ ഇവിടെ കെട്ടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ബാക്കി നൂല് ഇപ്പം ഞാൻ കട്ട് ചെയ്ത് കളയുന്നില്ല. കാരണം ഏറ്റവും ലാസ്റ്റ് ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് ഒരുമിച്ച് കെട്ടാനുണ്ട്. അപ്പോൾ ഇതേപോലെ ഊരി പോരാതെ ഒരു 2 കെട്ട് കെട്ടി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ അടുത്ത ഒരു ഹോൾ ഇടവിട്ടിട്ട് നമുക്ക് കെട്ടിക്കൊടുക്കാം. ഇപ്പം ഞാനിതാ 12 എണ്ണവും ഇതുപോലെ കോർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കുമ്പം കറക്റ്റ് കോർത്തെടുത്തത് മനസ്സിലാവത്തില്ല. കാരണം കുറച്ച് ഹൈറ്റിലേക്ക് നമ്മൾ ഫോൺ പിടിച്ചാൽ മാത്രമേ നമുക്കങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഇത് ഏറ്റവും ലാസ്റ്റ് നിങ്ങളെവിടെയെങ്കിലും ഹാങ് ചെയ്തിട്ടിട്ട് കാണിക്കാം. അപ്പോൾ ഇപ്പോൾ ഇനി നമുക്ക് അടുത്ത ഒരു ലെയറും കൂടി ചെയ്തെടുക്കാനുണ്ട്. അപ്പം ഇത് ചെയ്യാനായിട്ട് ഞാൻ അടുത്ത നെക്സ്റ്റ് ഹോളിലോട്ട് എടുക്കുന്നില്ല. അതും കഴിഞ്ഞിട്ട് ഏറ്റവും ചെറിയ കുറച്ച് ഹോൾസ് വരുന്നുണ്ട്, അവിടെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ 6 എണ്ണമാണ് നമുക്ക് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ഫ്ലവർ എടുത്തിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ അതിലൂടെ നൂല് കോർത്തെടുക്കുക. എന്നിട്ട് അറ്റ ഭാഗത്ത് കെട്ടിട്ട് കൊടുക്കുക. അപ്പം എന്നിട്ട് നമ്മൾ ഒരു ട്യൂബ് ഇതിലേക്ക് കോർത്തെടുക്കുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്തത് ബീഡ്സ് കോർക്കലായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, പകരം വീണ്ടും നമ്മൾ ഫ്ലവർ തന്നെയാണ് കോർത്തെടുക്കുന്നത്. അപ്പോൾ ഒരു ഫ്ലവർ കോർത്തു, അടുത്ത ട്യൂബ് ഇട്ടു, വീണ്ടും ഫ്ലവർ ഇട്ടു, വീണ്ടും നമ്മളൊരു ട്യൂബ് ഇടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ ഫ്ലവറാണ് ഇടുന്നത്. ഫ്ലവർ ഇട്ടിട്ട് പിന്നെ ട്യൂബൊന്നും ഇടണ്ട. അപ്പം 3 ഫ്ലവറും 2 ട്യൂബും. ഇനി നമുക്ക് ഇതേപോലെ 6 എണ്ണം ചെയ്തെടുക്കണം. ഇപ്പം ഞാനിവിടെ 6 എണ്ണവും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പ്ലേറ്റിലേക്ക് എങ്ങനെ കെട്ടാമെന്നുള്ളത് നോക്കാം. ഏറ്റവും ലാസ്റ്റിലുണ്ടായിരുന്ന ചെറിയ ഹോൾസ് ഉണ്ട്. അപ്പം നമുക്കതിൽ ഒരെണ്ണം ഇടവിട്ട് നമുക്ക് കോർത്തെടുക്കാം. ഈ പ്ലേറ്റിൽ ചില ഭാഗത്ത് ഹോള് വന്നിട്ടില്ല. അപ്പം നമുക്ക് ആദ്യം അതൊന്ന് ഹോളാക്കി കൊടുക്കണം. നമുക്ക് കട്ടിയുള്ള എന്തെങ്കിലും വെച്ച് സൂചിയോ എന്തെങ്കിലും വെച്ച് ഹോളിട്ട് കൊടുത്താൽ മതി. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഉരുക്കി നമുക്ക് എടുക്കാനും പറ്റും. അപ്പോൾ ഞാനത് ഹോളിട്ട് കൊടുത്തിട്ട് ഈ ഒരു ഫ്ലവർ എടുത്ത് ഇതിൻ്റെ ഞാൻ പറഞ്ഞ ആ ഒരു ഹോളിലേക്ക് കൊരുത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇപ്പോൾ അത് കെട്ടണ്ട, വെറുതെ ഇങ്ങനെ കോർത്ത് വെച്ചാൽ മതി. കാരണം ലാസ്റ്റ് എല്ലാം കൂടി പിടിച്ചിട്ട് നമുക്ക് കെട്ടിയെടുക്കാനുണ്ട്. അപ്പോൾ അടുത്തത് ഞാനിതാ ഒരെണ്ണം ഗ്യാപ്പിട്ട് ഇത് കോർത്തെടുക്കുന്നുണ്ടേ. ഇപ്പം നമ്മുടെ ഏതാണ്ട് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ള ഇപ്പം നമ്മൾ ചെയ്തെടുത്ത നൂലുകളെല്ലാം ഇല്ലേ, അത് കെട്ടിട്ടില്ലല്ലോ, അതെല്ലാം കൂടെ ഇതേപോലെ ഒന്നിച്ച് ചേർത്ത് പിടിക്കണം. അതേപോലെ തന്നെ നമ്മൾ ആദ്യം ഊരിപ്പോരാതിരിക്കാൻ ഒരു ബീഡൊക്കെ ഇട്ട് കെട്ടിയില്ലേ, അതിൻ്റെ ബാലൻസ് വന്ന ആ നൂലും കൂടി നമുക്ക് ചേർത്ത് ഒന്നിച്ച് പിടിക്കുക. പിടിച്ചതിന് ശേഷം നമ്മൾ ഈ കയറൊക്കെ തിരിച്ചിങ്ങനെ എടുക്കില്ലേ, പെനച്ചെടുക്കില്ലേ, അതേപോലെ ഒന്ന് തിരിച്ചിട്ട് നമുക്കവിടെ ഒന്ന് കെട്ടിട്ടെടുക്കാം. പിന്നീട് വേണമെങ്കിൽ വലിയൊരു കെട്ട് നമുക്ക് ഹാങ് ചെയ്യുന്ന രീതിയിൽ ഇടാം. അപ്പോൾ ഇതാ നമ്മളുടെ ഹാങ്ങിങ് വളരെ ഭംഗിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലൂടെ കാണുമ്പോൾ എത്ര ഭംഗിയുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ നേരിട്ട് കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ദാ ഈ ഒരു ലുക്കിലാണ് കാണുന്നത്. ഇത് നല്ല കാറ്റൊക്കെ ഉള്ള സമയത്ത് നല്ല ഭംഗിയായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ഈ ബോള് കറങ്ങും കാറ്റത്ത്. അപ്പോൾ കറങ്ങുമ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും.
അപ്പം നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.